ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആയിട്ടുള്ള ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് സൊല്യൂഷൻ ആണ്. അതിൽ ലിക്വിഡ് സ്റ്റേറ്റ്സിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. ദർ ആർ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഒരു മാറ്ററിന് 3 സ്റ്റേറ്റ്സ് ഉണ്ട്: സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാസസ്. അപ്പം നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, significant attractive force between the molecules. Molecules are relatively close together, and the free space between the molecules is small liquids are incompressible. Average kinetical energy of the molecules is a function of the temperature, denser than gases, and rate of diffusion is lower than the gases. Liquids show the properties of evaporation, surface tension, and viscosity. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ നമ്മുടെ ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ, സിഗ്നിഫിക്കൻറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ദർ ഇസ് അട്രാക്റ്റീവ് ഫോഴ്സസ്. മോളിക്യൂൾസ് തമ്മിലൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ട്. Molecules are relatively close together. The free space between the molecules is small. Liquids are incompressible. ആ മോളിക്യൂൾസ് തമ്മിലൊരു they are close together ആണ്. കുറച്ച് സ്മോൾ സ്പേസസ് ബിറ്റ്വീൻ ദം ഉണ്ട്. അവർ തമ്മിലൊരു സ്മോൾ സ്പേസസ് ഉണ്ട്. അതിനെ പറയുന്നതാണ് അത് ബിക്കോസ് ഓഫ് ഇൻകംപ്രസിബിൾ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് കൈനറ്റിക് എനർജി. ഡെൻസർ ദാൻ ഗ്യാസസിനേക്കാളും ഡെൻസറാണ്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ലോവർ ദാൻ ഗ്യാസസിനേക്കാളും സ്ലോവർ ആണ് അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. ലിക്വിഡ് ഷോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇവോപ്പറേഷൻ, സർഫേസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവോപ്പറേഷൻ, സർഫേസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി. അതിൽ നമുക്ക് ഫസ്റ്റ് ഇവോപ്പറേഷനെ പറ്റിയൊരു നോക്കാം. ഇവോപ്പറേഷനും കുറേ ബേസിസ് ഉണ്ടല്ലേ. ഇവോപ്പറേഷൻ കാണിക്കുന്നു, എന്തൊക്കെ കാണിക്കുന്നു എന്ന് നമ്മൾ നോക്കിയാൽ ഇവോപ്പറേഷൻ ഉണ്ട്, സർഫേസ് ടെൻഷൻ ഉണ്ട്, അതേപോലെ വിസ്കോസിറ്റി ഉണ്ട്. അപ്പോൾ ഇവോപ്പറേഷൻ തന്നെ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. എന്നിട്ടാണ് സർഫേസ് ടെൻഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഇവോപ്പറേഷൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രോ പറയാം. എന്നിട്ട് അടുത്ത പാർട്ട് വീഡിയോയിൽ ബാക്കി ഭാഗം, ഇവോപ്പറേഷൻ്റെ ബാക്കി ഭാഗം ഞാൻ പറഞ്ഞുതരാം. ഇവോപ്പറേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു വേപ്പർ. ഇവോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് വേപ്പറായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഇവോപ്പറേഷൻ. ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ഓൾ ദ ടെമ്പറേച്ചർ ഫ്രം ഫ്രീസിങ് പോയിന്റ് ടു ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ ഫ്രീസിങ് പോയിന്റിൽ നിന്ന് ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തുന്ന ആ ഒരു ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. ഇൻ എ ലിക്വിഡ് അറ്റ് എനി ടെമ്പറേച്ചർ എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഇസ് മൂവിങ് വിത്ത് എ റിലേറ്റീവ്ലി ഹൈ വെലോസിറ്റി. സച്ച് മോളിക്യൂൾസ് ഹാവ് ഹൈ കൈനറ്റിക്കൽ എനർജി. They can overcome the intramolecular attractive forces and escape through the surface of the liquid. അപ്പോൾ അതിൽ പറയുന്നത് ഒരു ലിക്വിഡിൽ ഏതൊരു ടെമ്പറേച്ചർ ഒരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസസ് മൂവിങ് ഇൻ ഹൈ വെലോസിറ്റിയിലുള്ളത്, സം മോളിക്യൂൾസ് ഹാവ് ഹൈ കൈനറ്റിക്കൽ എനർജി. ദേ ഓവർകം ദ ഇൻട്രാമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ആൻഡ് എസ്കേപ്പ് ത്രൂ ദ സർഫേസ് ഓഫ് ദ ലിക്വിഡ്. അതിൽ ലിക്വിഡിൻ്റെ സർഫേസ് കൂടെയാണ് പോകുന്നത്. അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ദ ലിക്വിഡും സർഫേസ് ഏരിയയും ടെമ്പറേച്ചറാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഇവോപ്പറേഷൻ ഓഫ് എ ലിക്വിഡ് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് the liquid. അതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് ഇവോപ്പറേഷൻ്റെ എക്സ്റ്റെൻറ്റ്, ഒരു ലിക്വിഡിൻ്റെ ഇവോപ്പറേഷൻ്റെ എക്സ്റ്റെൻറ്റ് എന്താ പറയുക മെഷർ ചെയ്യുന്നത് വേപ്പർ പ്രഷർ വഴിയാണ്. ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ വഴിയാണ് അത് എക്സ്റ്റെൻറ്റ്. ഒരു ക്ലോസ്ഡ് വെസൽ എടുക്കുകയാണെങ്കിൽ ദ മോളിക്യൂൾസ് ഇവോപ്പറേറ്റിംഗ് ഫ്രം ദ ലിക്വിഡ് സർഫേസ് ആർ confined to the limited space. These molecules may collide among themselves or with the other molecules of the air. Some of them may start moving towards the surface of the liquid and enter into the liquid. This is called as condensation. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അടച്ചു വെച്ച പാത്രം എടുക്കുമ്പോൾ അത് എന്താ പറയുക, നമ്മൾ ചൂടുള്ളതാണെങ്കിൽ അതിൻ്റെ വേപ്പർ മുകളിലേക്ക് പോയിട്ട് ആ വേപ്പർ ഒന്നുകൂടി കണ്ടൻസ് ചെയ്തിട്ട് വാട്ടറായിട്ട് വീണ്ടും ഇതിലേക്ക് വരുമല്ലോ നമ്മളുടെ സാധനത്തേക്ക്. ഇപ്പോൾ നമ്മൾ ചായ അടച്ചു വെച്ച ചായയാണെങ്കിൽ അത് അതിൻ്റെ വേപ്പർ മുകളിലേക്ക് പോയിട്ട് അത് വെള്ളമായിട്ട് വീണ്ടും തിരിച്ച് താഴത്തേക്ക് തന്നെ വരും, ചായയിലേക്ക് തന്നെ അത് വീഴും. അതിന് ആ പ്രോസസ്സിനെ പറയുന്നതാണ് കണ്ടൻസേഷൻ. അപ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കൂ. ഇനി ഒരു ക്ലോസ്ഡ് വെസൽ എടുക്കുകയാണെങ്കിൽ molecules that is evaporated from the liquid surface, molecules evaporate, വേപ്പറായിട്ട് മുകളിലേക്ക് പോയത് ഒരു ലിമിറ്റഡ് സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ the molecules may collide among themselves with the molecules of the air. എയറിലുള്ള മോളിക്യൂൾസായിട്ട് കൊളൈഡ് ചെയ്തിട്ട് some of them may start moving towards the surface of the liquid. ലിക്വിഡിലേക്ക് തന്നെ വീണ്ടും
മൂവ് ചെയ്യാൻ തുടങ്ങും. അതിനെ പറയുന്നതാണ് കണ്ടൻസേഷൻ. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാനുണ്ട്. ഇൻ ദ ബിഗിനിങ് ദ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് കണ്ടൻസിയേഷൻ, ബട്ട് ആസ് മോർ ആൻഡ് മോർ മോളിക്യൂൾസ് accumulate in the space among the liquid, rate of the condensation gradually increases. After some time the rate of evaporation becomes equal to the rate of condensation and the equilibrium state is reached. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനിങ്ങിൽ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ ആണ് ഏറ്റവും കണ്ടൻസേഷനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടൻസേഷൻ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയും ഇറ്റ് റീച്ചസ് ടു ദ ഇവോപ്പറേഷനും കണ്ടൻസേഷനും ഈക്വലൻ സ്റ്റേറ്റിലായി മാറുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ പറയുന്നതാണ് സോ ദേ ബിക്കം ആൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ വേപ്പർ above the liquid become constant. These molecules exert a certain pressure over the surface of the liquid. This pressure is known as equilibrium vapor pressure or saturated vapor pressure or vapor pressure എന്നൊക്കെ പറയും. ഒരു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ വേപ്പർ എബവ് ദ ലിക്വിഡ് ബിക്കം കോൺസ്റ്റൻറ്റ്. എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കോൺസ്റ്റൻ്റ് ആയി മാറുന്നത്? ദിസ് മോളിക്യൂൾ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു ഒരു ലിക്വിഡ് സർഫേസിൽ. അതിനെ പറയുന്നതാണ് ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ ഓർ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ ഓർ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഈ വേപ്പർ പ്രഷർ ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻട്രമോളിക്കുലർ ഫോഴ്സും അതേപോലെ ടെമ്പറേച്ചറൊക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. Then thank you for watching and have a nice day.